ഈ റമദാൻ മുഴുവൻ മുസ്ലിം ഉമ്മത്തെ നിങ്ങൾക്കുള്ള ട്രെയിനിങ് ആണ്. എത്രയോ ഇടങ്ങളിൽ അള്ളാഹു ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഈ റമദാൻ കഴിയുമ്പോഴേക്ക് റമദാനിന് മുൻപുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ ആ റമദാൻ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹ് എത്ര കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റമദാൻ നമ്മെ മാറ്റിയെടുക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വയുണ്ടാകാനാണ് റമദാൻ തന്നതെന്ന് റബ്ബുൽ ആലമീൻ. ആ തഖ്വ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? റമദാൻ കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു സാധനത്തിന്റെ പേരാണ് ഇസ്തിഖാമ. ഇസ്തിഖാമ എന്താണ് ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ? സ്ഥിരത. സ്ഥിരത. റമദാനിൽ ഞാൻ എങ്ങനെയായിരുന്നോ എന്റെ റബ്ബിനോട് ബന്ധപ്പെട്ടിരുന്നത്, അതുപോലെ റമദാൻ കഴിഞ്ഞും അതേ ബോധ്യത്തോടുകൂടെ എന്റെ റബ്ബിനെ ആസ്വദിക്കാൻ എനിക്ക് കഴിയണം. അവനാണ് മുസ്തഖീമായ പാതയിലുള്ളത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇസ്തിഖാമ ലഭിച്ച ആ മുത്തഖീങ്ങളുടെ പാതയിൽ നീ എന്നെ വഴി നടത്തണേ അല്ലാഹ്. അത് ആർക്കാറുണ്ട്? ഇസ്തിഖാമത്ത് ഇമ്പോർട്ടന്റ് ആണെന്നാണ്. സൂറത്ത് ഹൂദില് 112-ാമത്തെ ആയത്തായി അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഫസ്തഖിം കമാ ഉമിർത. നബിയെ, ഞാൻ കൽപ്പിച്ച വിഷയത്തിൽ അങ്ങ് സ്ഥിരമായി അവിടെ തന്നെ നിലനിൽക്കണം യാ റസൂലല്ലാഹ്. അങ്ങ് സ്ഥിരപ്പെടണം. വഫാത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിന്റെ കുറച്ച് മുടിയാകെ വെളുത്തിട്ടുള്ളൂ, നരബാധിച്ചിട്ടുള്ളൂ. ശയ്യബത്തനി ഹൂദുൻ. എനിക്ക് നരബാധിക്കാനുള്ള കാരണം സൂറത്തുൽ ഹൂദാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ മുത്തുനബിയെ നരപ്പിച്ചത്, മുത്തുനബിയെ വല്ലാതെ ചിന്തിപ്പിച്ചത് ഈ ഒരു ആയത്താണെന്നാണ്. ഫസ്തഖിം കമാ ഉമിർത. ഞാൻ പറയുന്നിടത്ത് നിന്നോളണം, ആ കോലത്തിൽ തുടർന്നു പോണം. സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അപ്പൊ കേവലം നമുക്ക് റമദാൻ കിട്ടുമ്പോൾ റമദാനിൽ ഭയങ്കര ആഘോഷത്തോടെ നമ്മൾ നോമ്പ് പിടിക്കുന്നുണ്ട്, റമദാനിൽ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, റമദാനിൽ നന്മകൾ ചെയ്യുന്നുണ്ട്. റമദാൻ കഴിഞ്ഞോ ഇതൊക്കെ മറക്കുന്ന ആളുകളായി മാറിയാൽ ആ റമദാൻ അടക്കം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാഴ്ചയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ഇസ്തിഖാമ അൻ തഖൂമ ഫിൽ അംരി വന്നഹി. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ, അള്ളാന്റെ വിധിവിലക്കുകളിൽ ഉറച്ചു നിൽക്കലാണ് ഇസ്തിഖാമത്ത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. റമദാനിൽ മാത്രമല്ല, ലൈലത്തുൽ ഖദറിൽ മാത്രമല്ല, എപ്പോഴും അള്ളാന്റെ വിധിവിലക്കുകളിൽ ഉറച്ചു നിൽക്കലാണ്. വല തറുഗ അൻഹു റൗഗാന സഅലബി. നിങ്ങൾ കുറുക്കനെ പോലെ ആകരുത്, കുറുക്കനെ പോലെ ആകരുത്. കുറുക്കന്റെ കുതന്ത്രം നിങ്ങളിൽ ഉണ്ടാകരുത്. നിങ്ങൾക്ക് പല മസാലകളും അന്വേഷിച്ചാൽ കിട്ടൂലേ? കുതന്ത്രങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് മസാല ഉണ്ടാക്കി തരാൻ വരെ മൊയ്ലിയാക്കന്മാരുണ്ട്. എല്ലാത്തിനും നിങ്ങൾക്ക് ആളെ കിട്ടും. പക്ഷെ കുതന്ത്രങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അള്ളാന്റെ വിധിവിലക്കുകളിൽ നിങ്ങൾ ഉറച്ചു നിന്നോ, അവരെ മുസ്തഖീമായ പാതയിലെത്തൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഓഫർ എന്താണെന്നറിയോ? സൂറത്ത് ഫുസ്സിലത്തിന്റെ 31, 32, 33 ആയത്തുകളിൽ കാണാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. إن الذين قالوا ربنا الله. എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ, വെറുതെ പറയല്ല, അവരതിൽ ഉറച്ചു നിൽക്കാൻ. അതായത് അവർക്ക് ദാരിദ്ര്യം വരുമ്പോ, നമ്മളിപ്പോ രാത്രി പഠിക്കുന്ന വിഷയമുണ്ടല്ലോ, ഖലാ, അള്ളാഹുവിന്റെ ഖദർ ഖലാഇനെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. നിനക്കിപ്പോ ദാരിദ്ര്യം വരുമ്പോ ഇതെന്റെ റബ്ബ് തന്നതാണ്, എന്റെ റബ്ബ് തന്ന ദാരിദ്ര്യമാണിത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഉറച്ചു നിൽക്കുന്ന മനുഷ്യൻ, അവിടെ ടെൻഷൻ അടിക്കാത്ത മനുഷ്യൻ. നിനക്ക് പെട്ടെന്ന് സമ്പന്നത ഉണ്ടാകുമ്പോ അള്ളാഹനെ മറക്കാതെ ആ ഐശ്വര്യത്തിന് നന്ദി ചെയ്യുന്ന മനുഷ്യൻ. ദാരിദ്ര്യമാകട്ടെ സമ്പന്നതയാകട്ടെ, എന്ത് വന്നാലും എനിക്ക് ഒരുപോലെയാണ്. കാരണം ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ നാഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യാന്ന് പറഞ്ഞാല് അമിതവ്യം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇപ്പോഴത്തെ നോമ്പ് തുറയുടെയൊക്കെ കോലം എന്താ? പലയിടങ്ങളിലും ആർഭാടങ്ങളാണ്. ഇനിയും നമ്മൾ മാറിയിട്ടില്ല. നമ്മളിപ്പോഴും ഫലസ്തീന്റെ കഥയൊക്കെ ഇങ്ങനെ നിരന്തരം പറയുമെങ്കിലും കേവലം പറച്ചിൽ മാത്രമായി പോയി.
ആർഭാടങ്ങൾ, തോന്നിയവാസങ്ങൾ, നോമ്പ് തുറയുടെ പേരിൽ എന്തെല്ലാം പേക്കൂച്ചുകൾ. ഇന്നലെയും കൂടെ ഒരാൾ എനിക്കൊരു നോമ്പ് തുറ അയച്ചു തന്നു. കുറെ ആളുകൾ നോമ്പ് തുറക്കുമ്പോൾ കുറെ മനുഷ്യന്മാർ നടുക്കുന്നിങ്ങനെ കറങ്ങ. സൂഫി ഡാൻസ്. മുമ്പ് കല്യാണത്തിനൊക്കെ ആജാതി പേക്കൂത്തുകൾ കണ്ടിട്ടുള്ളൂ. സൂഫി ഡാൻസ്. ഈ പേക്കൂത്തുമായിട്ട് സൂഫികൾക്ക് എന്ത് ബന്ധം? ഇതാണോ യഥാർത്ഥ സൂഫിസം? അല്ലല്ലോ. എന്നിട്ട് സൂഫി ഡാൻസ് നോമ്പിനെ പേരിട്ട് വിളിക്കുക. റമദാൻ മാസം നോമ്പ് തുറക്കുന്ന നേരത്തും ആ പേക്കൂത്തിന് വേണ്ടി നോമ്പിന്റെ പേരിൽ ചിലവാക്കിയ പൈസ എത്രയാ? അള്ളാനോട് കണക്ക് പറയണ്ടേ? അള്ളാനോട് കണക്ക് പറയണ്ടേ? അമിതവയം പാടില്ല. നിങ്ങൾക്ക് അള്ളാഹു നോമ്പ് തന്നത് പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ വിശപ്പറിയാനും കൂടെ വേണ്ടിയാണ്. വിശപ്പറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മുടെ നോമ്പ് തുറ കണ്ടാല് ആർക്കാ വിശപ്പ് മനസ്സിലാവുക? ആവശ്യത്തിന് ഭക്ഷണം വേണ്ടെന്നല്ല, ഒന്നും വേസ്റ്റ് ആകുന്ന അവസ്ഥയിലേക്ക് പോകരുത്, അമിതവ്യയമാകരുത്. പരിശുദ്ധ റസൂൽ ഖുർആനോദി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇറാൻ അമേരിക്ക യുദ്ധം, ഈ യുദ്ധം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുള്ളൂ, ഇങ്ങോട്ടൊന്നും ബാധിക്കില്ല എന്നാണ്. ഇങ്ങോട്ട് ബാധിച്ചില്ലേ? നമുക്ക് ആവശ്യമായ സിലിണ്ടറുകളുടെ ലഭ്യത പോലും കുറഞ്ഞില്ലേ? പല ഹോട്ടലുകളും അടച്ചുപൂട്ടാൻ പോവാണെന്നാണ് കേൾക്കുന്നത്. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടേഴ്സ് പോലും ആവശ്യത്തിന് ലഭ്യമല്ല. പലരും ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കാൻ. നമ്മൾ ഇവിടേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സൂക്ഷിച്ച് ചിലവാക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാകില്ല. മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിച്ച് ചിലവാക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ചെയ്തു തന്ന നിഅമത്ത് കിട്ടുമ്പോഴേക്ക് അമിതവ്യയം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെയെല്ലാം കൈകാര്യകർതൃത്വം മുഅ്മിനിന്റെ അടയാളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ യുദ്ധക്കെടുതിയിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മാരക വിപത്തിൽ നിന്ന്. ഇസ്രായേലിന്റെ ഒക്കെ സ്വഭാവം അത്രമേൽ മോശം. സിയോണിസ്റ്റുകളുടെ ചിന്താഗതി ഏത് തരത്തിലേക്ക് പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ന്യൂക്ലിയർ വാറിലേക്ക് എത്തുമോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായാൽ മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നും നോക്കാനില്ലാത്ത മനുഷ്യർ, പാവപ്പെട്ട കുഞ്ഞുങ്ങളോട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒരു ജയിലല്ലേ യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്നത്? വിശാലതയുണ്ടെങ്കിലും ഒരു ജയിലിന് സമാനം. പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. അതിനകത്തിട്ട് ആ മനുഷ്യരോട് പോലും നിരന്തരം ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ന്യൂക്ലിയർ വെപ്പൻസ് ഉപയോഗിക്കുന്നതിന് എന്താണ് തടസ്സം? ആരാണ് തടസ്സം? അത്രമേൽ നെറികെട്ടൊരു സമുദായമല്ലേ സിയോണിസ്റ്റുകൾ? അവർക്ക് എന്തും ചെയ്യാമല്ലോ. നമുക്ക് രക്ഷ അള്ളാഹുവിന്റെ കാവലാണ്. അള്ളാഹുവിന്റെ കാവലാണ്. പടച്ചറബ് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുക മാത്രമല്ല, അതിൽ ഉറച്ചു നിൽക്കുന്നവൻ. എനിക്ക് ദാരിദ്ര്യം വരുമ്പോ അവനാണ് എനിക്ക് ദാരിദ്ര്യം തന്നത്. എനിക്ക് സമ്പന്നത കിട്ടുമ്പോ ഞാനതിൽ നന്ദി ചെയ്യാൻ. എനിക്ക് ആരോഗ്യം കിട്ടുമ്പോ അത് ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്നത് കൊണ്ടാണ് എന്നല്ല, എന്റെ റബ്ബ് തന്ന ആരോഗ്യമാണ്. എന്റെ റബ്ബ് തന്ന ആരോഗ്യമാണ്. എനിക്ക് പെട്ടെന്ന് രോഗം വരുമ്പോ അതന്നത്തെ ഫുഡ് കഴിച്ചത് കൊണ്ടാണ് എന്നല്ല, എന്റെ റബ്ബ് തന്ന രോഗമാണ്. അസ്ബാബുകളിൽ ഇഅ്തിമാദ് ചെയ്യാതെ മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിട്ട് മൈൻഡ് ഫ്രീ ആയി നിൽക്കുന്ന, മൈൻഡ് ഇങ്ങനെ ഫ്രീ ആയി വിടുന്ന കുറെ മനുഷ്യന്മാർ, അവരാണ് അള്ളാഹുവിന്റെ മുത്തഖീങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഓഫർ എന്താണെന്നറിയോ? തതനസ്സലു അലൈഹിമുൽ മലായിക. അവർക്കൊരു പ്രതിസന്ധി വരുമ്പോ അവരിലേക്ക് അല്ലാഹു മലക്കുകളെ ഇറക്കി കൊടുക്കും. മലക്കുകൾ ഇറങ്ങും. നിങ്ങൾക്കൊരു ടെൻഷൻ വരികയാണോ? മനുഷ്യന്മാരിലെ നമ്മൾ ഈ ഭൂമിയിലേക്ക് അല്ലാഹു മലക്കുകൾ ഇറക്കി തരും. ആ മലക്കുകൾ വന്നിട്ട് നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടല്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ എന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. തീർന്നില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നാളെ പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തെ കുറിച്ചും നിങ്ങൾക്ക് അവർ സന്തോഷ വർത്തമാനം അറിയിക്കും. ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ സന്തോഷം. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടൊന്ന് നിന്നു കൊടുത്താൽ മതി. എന്റെ റബ്ബ് അല്ലാഹു ആണ്, അത് പിന്നെ അങ്ങനെയല്ലേ എന്നാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ല, പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. റബ്ബാണ് അല്ലാഹു എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ഇസ്തിഖാമത്ത് നമ്മിൽ ഉണ്ടാകും. ഏതവസ്ഥയിലും, ഉയർച്ചയിലും താഴ്ചയിലും, രോഗത്തിലും അനാരോഗ്യത്തിലും, സാമ്പത്തിക ഭദ്രതയിലും സാമ്പത്തിക തകർച്ചയിലും, ഏത് ഘട്ടത്തിലും എന്റെ റബ്ബാണ് ഇതെനിക്ക് തന്നത്, അവൻ എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിൽക്കുന്നവനുണ്ടല്ലോ, അവനാണ് മുസ്തഖീമായ പാതയിലുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ. ലൈലത്തുൽ ഖദറും അത് തന്നെയല്ലേ പഠിപ്പിക്കണത്? ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും
من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر إنا أنزلناه في ليلة القدر. ഒന്നാമത്തെ പ്രത്യേകത, ആ ലൈലത്തുൽ ഖദറിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവ്. രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകൾ ഇറങ്ങി വരും. ഏത് മലക്കുകൾ? മലായികത്തു ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന് മാത്രം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ചില മാലാഖമാർ അല്ലാഹുവിനുണ്ടത്രേ. ആ മലക്കുകളും റൂഹും ഇറങ്ങി വരും. ആരാണ് റൂഹ്? സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മാലാഖമാർ ഇറങ്ങി വരും. അതാണ് മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ മഹത്വം, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെ അള്ളാഹുവിന്റെ രക്ഷ ഇറങ്ങുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ. ശരിക്കും നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഇവിടെ. ലൈലത്തുൽ ഖദറിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിബ്രീൽ കുറെ മനുഷ്യന്മാർക്ക് മുസാഫഹത്ത് ചെയ്യും. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അള്ളാഹനെ ഓർത്ത് ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ജിബ്രീൽ വന്ന് കൈ കൊടുക്കും. ഒരു മനുഷ്യൻ നമുക്ക് കൈ തരുമ്പോ ആ കൈയിന്റെ ചൂടിങ്ങനെ നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത് പോലെ ജിബ്രീലിന്റെ സാന്നിധ്യം നമുക്കറിയാൻ പറ്റും. വറഖ ഖൽബ, അവന്റെ ഹൃദയം അങ്ങ് ലോലമാകും. ഹൃദയം ഇങ്ങനെ അലിഞ്ഞു പോവും. നമ്മളിങ്ങനെ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഓരോ രാത്രി നമ്മളിങ്ങനെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് അള്ളാന്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുമ്പോ പെട്ടെന്ന് കൽബൊന്നിങ്ങനെ വല്ലാതെ അലിഞ്ഞില്ലാതായി പോകുന്നത് പോലെ, പടച്ചോനെ, എന്നെ ദ്രോഹിച്ചവരോട് പോലും എനിക്ക് സ്നേഹം തോന്നുന്നുണ്ടല്ലോ അല്ലാ, എന്നെ വേദനിപ്പിച്ചവരോട് പോലും എനിക്ക് സ്നേഹം തോന്നുന്നുണ്ടല്ലോ അല്ലാ, എന്റെ അയൽപ്പക്കത്തുള്ളവൻ എന്റെ സ്ഥലം തട്ടിയെടുത്തവനാണ്, എന്നാലും അവനോടും സ്നേഹം. എന്റെ കുടുംബത്തിൽ ഒരുപാട് എന്നെ ചീത്ത പറഞ്ഞൊരു മുത്താപ്പുണ്ട്, അൽഹംദുലില്ലാ, അയാളോടും സ്നേഹം, എല്ലാരോടും സ്നേഹം. കൽബ് സലീമായി. മാത്രമല്ല അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങുക പെട്ടെന്ന്. അത് ജിബ്രീലിന്റെ സ്പർശമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ ഒരു സാധാരണ മാസമല്ല. നമ്മളിലുള്ള മൃഗീയതയെ മാറ്റിയെടുത്തിട്ട് മലക്കിന്റെ സ്വഭാവത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന മാസമാണ് റമദാൻ. ഇതുപോലെ ലൈലത്തുൽ ഖദറും ഒരു സാധാരണ രാത്രിയല്ല. സാധാരണ രാത്രിയല്ല എന്ന് പറയുമ്പോൾ വെറും ഒരു രാവായിട്ട് മാത്രം ഇതിനെ കാണരുത്, അല്ലെ? വെറും ഒരു രാവായിട്ട് മാത്രം കാണരുത്. ഇപ്പൊ 27-ാം രാവ് നമ്മുടെ നാട്ടിൽ വരുന്ന തിങ്കളാഴ്ച രാത്രി 27-ാം രാവ് മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്ന് തെറ്റിദ്ധരിക്കരുത്. സാധ്യത കൂടുതൽ 27-ാം രാവിനാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിൽ ചിലരുടെ അഭിപ്രായമുണ്ട്. എന്നാൽ 21-ാം രാവാണെന്നാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. 25-ാം രാവാണെന്നാണ് ഗസാലി ഇമാമിന്റെ അഭിപ്രായം. മനസ്സിലായോ? 27-ാം രാവിന് ഒരുപാട് ഉലമാക്കൾ ഒന്നിച്ചു പറഞ്ഞതുകൊണ്ട് സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ നാട്ടിൽ 27-ാം രാവ് വരുന്ന തിങ്കളാഴ്ച രാത്രിയാണ്. ആ സമയത്ത് അമേരിക്കയിൽ പകലാണ്, അല്ലെ? നമ്മളിവിടെ രാത്രി ഇരിക്കുമ്പോൾ അമേരിക്കയിൽ പകലാണ്. അപ്പൊ 2 ലൈലത്തുൽ ഖദർ ഉണ്ടോ? ഇല്ലല്ലോ. ചില സ്ഥലങ്ങളിൽ 3 മാസം രാത്രിയാണ്, 3 മാസം പകലാണ്. നോർവേ പോലുള്ള സ്ഥലങ്ങളിൽ. ചില രാജ്യങ്ങളിൽ 6 മാസം രാത്രിയാണ്, 6 മാസം പകലാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? സംഗതി ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഒരു രാവ് തന്നെയാണ്. ഖുർആൻ ഇറങ്ങിയതും രാത്രി തന്നെയാണ്. പക്ഷെ അവിടെ അതിനൊരു ആത്മീയമായ മാനമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ പറയുന്നത് കാണാം. ബിനിയത്തുൽ മുഹമ്മദിയ, ആ രാത്രി മുഹമ്മദിയ പ്രകൃതമുള്ള രാത്രിയാണ്. മുഹമ്മദിയ പ്രകൃതം. നിങ്ങൾ വെറുതെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. മുഹമ്മദിയ പ്രകൃതത്തിലായി നിങ്ങളുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടുക എന്ന് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദിയ പ്രകൃതം വേണം. അതായത് രാത്രി തോന്നിയിടത്തൊന്നും ഖുർആൻ ഇറങ്ങൂല, തോന്നിയ കൽബിലൊന്നും മലക്കുകൾ ഇറങ്ങൂല. മലക്കുകൾ ഇറങ്ങാന്ന് പറഞ്ഞാല് റോട്ടിലേക്ക് ഇറങ്ങുന്നു എന്നല്ല ആരിഫ്യങ്ങൾ അർത്ഥം വെച്ചത്. ഈമാനുള്ള, ഇസ്തിഖാമത്തുള്ള അള്ളാഹുവിന്റെ മുത്തഖീങ്ങളുടെ കൽബിലേക്ക് മലക്കുകൾ ഇറങ്ങും അത്രേ. ആ കൽബങ്ങ് വികസിതമാകും. യഥാർത്ഥത്തിൽ ആ ആശയല്ലേ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരിക, അല്ലേ? അല്ലാണ്ട് ഒരു ഇഖ്ലാസും ഇല്ലാതെ, ഒരു പണിയെടുക്കാതെ, എല്ലാ ചീത്തയും വിളിച്ച് തെറിയും വിളിച്ച് മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് എഴുത്തിക്കാഫെന്നും പറഞ്ഞ് വന്നിരുന്ന് കുറെ ദിക്റ് ചൊല്ലി കഴിയുമ്പോഴത്തേക്ക് മലക്കുകൾ വന്നിട്ട് അസ്സലാമു അലൈക്കും ജിബ്രീൽ വന്നിട്ട് പറയുന്ന ഒരവസ്ഥ, അതാണോ? അല്ലല്ലോ. ഒരു പേർഷ്യൻ കവി പാടി ഇങ്ങനെ, മുസ്തഫ അന്തർ ഹിറാ
ഖൽവത്ത് ഹുസീദ് മുദ്ദതി ജുസ്ഖി ശിദ്ദൻ കസറാദീദ്. മുസ്തഫായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 ദിവസം ഹിറാ ഗുഹയിൽ തനിച്ചിരുന്ന് അള്ളാഹുവിന്റെ മുമ്പിലിരുന്ന് ഹൃദയമൊന്ന് വിശാലമാക്കിയപ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ ഖുർആനും കൊണ്ട് നബിയിലേക്ക് ഇറങ്ങി വന്നതത്രേ. സുബ്ഹാനല്ലാഹ്. ഹൃദയം വിശാലാകണം. അള്ളാന്റെ മുമ്പിൽ എല്ലാം തുറന്നിരിക്കുന്ന ഒരു നിമിഷം ഉണ്ടാകണം. നമ്മൾ മറ്റുള്ളവരോടുള്ള വൈരാഗ്യം വെച്ച് വാപ്പാനോടും ഉമ്മാരോടും പിണങ്ങിയിട്ട്, കുടുംബക്കാരോട് പിണങ്ങിയിട്ട്, അയൽക്കാരോട് വഴക്കടിച്ചിട്ട്, സഹോദരന്മാരോട് മിണ്ടാതെ എല്ലാ തോന്നിവാസവും കാണിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം വരുമ്പോഴേക്ക് പടച്ചോൻ എല്ലാം അങ്ങ് പുറത്തു തരാനിരിക്കല്ല. ബാധ്യതകളൊക്കെ തീർക്കണം. മറ്റുള്ളവനോടൊക്കെ പുറത്തു കൊടുക്കണം. നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ പുറത്തു കൊടുക്കണം. എന്നിട്ട് സലീമായ കൽബോടെ അള്ളാന്റെ മുമ്പിൽ ഇരിക്കണം. മുഹമ്മദിയ പ്രകൃതം തന്നെ അതല്ലേ? മുഹമ്മദിയ പ്രകൃതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകൃതത്തിൽ നിങ്ങളൊന്ന് ഇരുന്നു നോക്കിയാൽ നിങ്ങളുടെ കൽബിലേക്ക് ഇറങ്ങും ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ അവർക്ക് പിന്നെ ആ രാത്രി മുഴുവൻ സുരക്ഷയാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇഅ്തികാഫ് കൽബ് കൊണ്ടാകണം. വെറുതെ പള്ളിയിൽ വന്ന് ഇരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ വെറുതെ പോലും ഇരിക്കുന്നില്ല എന്ന് മറ്റൊരു വിഷയമാണ്. ഇഅ്തികാഫ് ഇരിക്കാൻ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന പത്തിൽ യശുദ്ദു മീസറഹു എന്നാണ്, അവിടുത്തെ അരയുടുപ്പ് മുറുക്കെ കെട്ടിയിട്ട് പള്ളിയിലേക്ക് ഇഅ്തികാഫിന് പോകും. നമ്മളിൽ ഇഅ്തികാഫിന് ഇരിക്കുന്ന എത്ര പേരുണ്ട്? നേരമില്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയാം. രാത്രി ഇവിടെ പള്ളിയിലൊന്ന് കിടന്നുറങ്ങിക്കോ, നിങ്ങൾ ഇത്തിരി ദിക്റില്ലിട്ട് ഇവിടെ കിടന്നുറങ്ങിക്കൂടെ? എന്താ തടസ്സം? എന്താ തടസ്സം? എന്താണ് അവസാന പത്ത്? അങ്ങനെയെങ്കിലും അള്ളാന്റെ പള്ളിയായിട്ട് നമുക്കൊന്ന് ബന്ധപ്പെട്ടൂടെ? നമുക്കതിനൊന്നും നേരമില്ലല്ലോ. ഇന്നിപ്പോ 23ാമത്തെ നോമ്പായി. അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ആരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ? ഇത് ചിലപ്പോ റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച ആയേക്കാം. ഇനി റമദാനിലെ ഒരു വെള്ളിയാഴ്ച എനിക്ക് കിട്ടുമോ? കഴിഞ്ഞ കൊല്ലം റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേര് ഇന്ന് കബറില? എത്ര പേര് കബറില? അടുത്ത കൊല്ലം ഞാൻ നിങ്ങൾ ഉണ്ടാവുന്ന വല്ല ഉറപ്പുണ്ടോ? പിന്നെ എന്ത് ബോധ്യത്തിലാണ് നമ്മൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത് അള്ളാനെ മറന്നിട്ട്? ഇഅ്തികാഫ് വെറുതെ ഒരു ഇരുത്തമല്ല, ഖൽബ് കൊണ്ടുള്ള ഇരുത്തമാണ്. എന്റെ റബ്ബിനോടൊപ്പം തനിച്ചിരിക്കലാണ്. എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ട്, എന്നെ വേദനിപ്പിച്ചവരോട് പുറത്തു കൊടുത്തിട്ട്, ഞാൻ ആർക്കെല്ലാം സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്തിട്ട് മാന്യമായി ഖൽബ് വിശാലമായി റബ്ബിന്റെ മുമ്പിലേക്ക് വരണം. അല്ലാഹു എല്ലാം തരുന്നവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്കൊക്കെ ഇരിക്കണം സഹോദരങ്ങളെ. ചെറിയ കുട്ടികൾ, ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ച, എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടി, പള്ളിയായിട്ടുള്ള ബന്ധം. എനിക്കൊരാള്, അതായത് ഇഅ്തികാഫിരിക്കണ ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് ആ വീഡിയോ എടുത്തു തന്നത്. ഒരു ചെറിയ കുട്ടി നമ്മുടെ ഈ ഷെൽഫിൽ ഖുർആനൊക്കെ എടുത്ത് പല ആളുകളും അലങ്കോലമാക്കി വെച്ചപ്പോ ആരും പറഞ്ഞിട്ടില്ല അവനോട്. ആ കുട്ടി തന്നെ എല്ലാ മുസഹഫും ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്ന കാഴ്ച. അൽഹംദുലില്ലാഹ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആട്ടി ഓടിക്കല്ല വേണ്ടത്. അവരുടെ ഉള്ളിലുണ്ട് ആ നന്മ, ആ നന്മയുടെ പ്രകൃതം. കാരണം നമ്മൾ മുഹമ്മദീയ ഉമ്മത്തല്ലേ. ആ ഉമ്മത്ത് അങ്ങനെ നശിച്ചു പോകാൻ പാടില്ലല്ലോ. മുത്തുനബിയുടെ ഉമ്മത്തല്ലേ. അവരൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് വരുന്ന 27-ാം രാവിനെ നമുക്കൊക്കെ ഒരുമിച്ചിരുന്ന് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. ദിക്റിലായി, സ്വലാത്തിലായി, തസ്ബീഹ് നിസ്കാരത്തിലായി, ഖുർആൻ പാരായണങ്ങളിലൂടെ നമുക്ക് ഒരുമിക്കണ്ടേ? എല്ലാവരും ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ കൊല്ലം കേട്ടതായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ തിരക്കുകളൊക്കെ, ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിന്റെ ഇടയിൽ ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാനായി. ഈ റമദാൻ നമുക്ക് അനുകൂലവുമായിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ എന്നെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് ചിന്തിക്കണം. പള്ളിയിലേക്ക് കടന്നു വരണം, ഇഅ്തികാഫിനായി കടന്നു വരണം. എന്റെ റബ്ബുമായിട്ട് എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. എന്റെ റബ്ബിനോട് എനിക്കൊന്ന് വർത്തമാനം പറയണം. എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്കൊന്ന് തഹജ്ജുദിൽ കിടക്കണം. സുജൂദിൽ കിടന്ന് എനിക്കൊന്ന് പൊട്ടിക്കരയണം. സുജൂദിൽ കിടന്നിട്ട് എനിക്കൊന്ന് പൊട്ടിക്കരയണം. എന്റെ റബ്ബിന്റെ മുമ്പിൽ ദൈർഘ്യമേറിയ ഒരു സുജൂദെങ്കിലും എനിക്ക് ചെയ്യണം. അള്ളാന്റെ പള്ളിയിൽ കിടന്നിട്ട് ആ ബോധ്യത്തിൽ ഒരൊറ്റ ഇഅ്തികാഫിനെങ്കിലും നമുക്ക് ഇരിക്കാൻ കഴിയണ്ടേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി മരണം വന്ന് വിളിക്കുമ്പോ പോലും നമ്മൾ അറിയുന്നില്ല എന്ന്. പല ആളുകളുടെയും താടിയിൽ ഒരു നര വീണിട്ടുണ്ട്. നര എനിക്ക് ഇവിടെ ഒരെണ്ണം വീണിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ നര ഇങ്ങനെ വീഴുന്നത് എന്തിന്റെ അടയാളം? ഏതാണ്ടൊക്കെ സമയമായിട്ടുണ്ട്. വണ്ടി റെഡിയാണ്. വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നീ ഒന്ന് ഒരുങ്ങിയാൽ മതി, നമുക്ക് പോവാം. എന്നിട്ട് ഒരുങ്ങി നമ്മൾ എന്ത് ചെയ്യും? ആ നര ആരും അറിയാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ പുട്ടിയടിച്ചുകൊണ്ട് വരും. നമ്മുടെ നിസ്കാരവും എല്ലാം ബാത്തിലാണ്. അള്ളാഹു ബോധം തരുമാറാകട്ടെ. അകാല നരയെ കുറിച്ചല്ലേ പറയണത്? അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് ഈ നര തരുന്നവർ ശരിക്കും അള്ളാഹുവിനോട് കൂടുതൽ നന്ദി ചെയ്യണം എന്നാണ്. കാരണം എന്താ? പടച്ചോനെ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ.
മരണത്തിന്റെ വേളയിൽ അസ്രായിലിനോട് പറയും, അസ്രായിലെ ഒരു നിമിഷം മടക്കിത്തരാവോ? അല്ല, മടക്കിത്തരാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് ഒരുപാട് മുന്നറിയിപ്പുകാർ വന്നില്ലേ, അതിൽപ്പെട്ട ഒരു മുന്നറിയിപ്പുകാരൻ ഈ നരയാണ് എന്ന് വിളിച്ചു പറയപ്പെടും സയ്യിദുനാ റസൂലുള്ളാഹ്. സുബ്ഹാനക. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. 27-ാം രാവിന് എല്ലാവരും ഉണ്ടാകണം. 27-ാം രാവിന് മാത്രമല്ല, എല്ലാ ഒറ്റയിട്ട രാവുകളിലും കൂടുതൽ അള്ളാഹുവിലേക്ക് എടുക്കാൻ നമ്മളൊക്കെ ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് 27-ാം രാവിൽ ഇരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഇടയത്താഴം കഴിക്കണം. അതിലേക്കൊക്കെ ഹദിയ ചെയ്യാൻ കഴിയുന്നവർ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്ക്. നല്ല നിലക്ക് അതൊക്കെ ഭംഗിയാക്കണം. നമുക്ക് ഈ റമദാൻ കിട്ടിയിട്ടും നമ്മുടെ പോക്കറ്റ് തുറന്നിട്ടില്ല ഇതുവരെ. പല ആളുകൾക്കും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വീടിന്റെ വാതിൽക്കൽ വന്നാലും ആ പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് കൊടുക്കാൻ പോലും മടിയുള്ള മനുഷ്യന്മാരുണ്ട്. എങ്ങനെയാണ് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുക? നാളെ നരകം ഇങ്ങനെ കാണുന്ന ഒരു ഘട്ടം പറയുന്നുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകം ഇങ്ങനെ കാണുമ്പോഴേ കാർത്തട്ടഹസിക്കും, പടച്ചോനെ എന്നെ ഭൂമിയിലേക്കൊന്ന് പറഞ്ഞേക്കോ. ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ നിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാമല്ലാ, എന്നിട്ട് സ്വാലിഹീങ്ങളിൽ പെടാനാണ് റബ്ബേ. അപ്പൊ സ്വാലിഹീങ്ങളിൽ പെടാനുള്ള തടസ്സം എന്താ? പൈസ കൊടുക്കാനുള്ള മടിയാണ്. കാരണം പൈസയെ പൂജിക്കുന്നവന്, സമ്പത്തിനെ ആരാധിക്കുന്നവന്, അള്ളാഹ്ക്ക് പകരം സമ്പത്തിനെ കെട്ടിപ്പൂട്ടി ഹൃദയത്തിൽ വെച്ചവന് സ്വാലിഹീങ്ങളിൽ പെടാൻ പറ്റൂല. പൈസ കൊടുത്തിട്ട് ഞാൻ സ്വാലിഹീങ്ങളിൽ കയറിക്കോളാം നമ്മൾ പറയുന്ന ഘട്ടമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. അപ്പൊ നമ്മുടെ കൽബും തുറയണം, നമ്മുടെ പോക്കറ്റും തുറയണം. അള്ളാഹു നമ്മെ നന്നാക്കി ചെറുമാറാകട്ടെ. ഇസ്തിഖാമത്ത് നിർബന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ പ്രതിസന്ധി ഘട്ടം വരുമ്പോ മലക്കുകൾ വന്നിട്ട് പറയുന്നത് എന്താ അവരോട്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. എന്നിട്ട് പറയുന്ന ഒരു വർത്താനുണ്ട് മലക്കുകൾ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. ആര്? മലക്കുകൾ. നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലും നാളെ പരലോകത്തും ഞങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ന് മലക്കുകൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. മാത്രല്ല വലകും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഊൻ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, പടച്ചവൻ അവിടെ വിരുന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളെയും കാത്തിരിക്കുകയാണ്. ഈ ദുനിയാവിലും സന്തോഷം, ആഖിറത്തിലും സന്തോഷം. ഇസ്തിഖാമത്ത് ഉണ്ടായാൽ മതി. ഒറ്റ സംഗതിയുള്ളൂ, എന്റെ റബ്ബ് എന്ത് വിധിച്ചാലും എന്റെ റബ്ബാണ് എനിക്ക് തന്നത് എന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. നമ്മളിപ്പോ രാത്രി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതല്ലേ? എന്താണ് ആ വിഷയം? അള്ളാന്റെ ഖലാ ഖദറിലുള്ള വിശ്വാസം അല്ലേ? അള്ളാന്റെ ഖദർ ഖലായിലുള്ള വിശ്വാസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നാണ്. ആ വിഷയം ഉണ്ടെങ്കിലേ റമദാൻ നമുക്ക് കിട്ടുള്ളൂ. അത് ക്ലിയർ ആയാലേ നിസ്കാരവും നോമ്പും ഒക്കെ റെഡി ആവുള്ളൂ. ഇല്ലെങ്കിൽ റമദാനിൽ മാത്രം തലകുത്തി മറിയുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. റമദാൻ കഴിയുമ്പോൾ നമ്മൾ അള്ളാനെ മറക്കും. എപ്പോഴും ഇസ്തിഖാമത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് മുത്തഖീങ്ങൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലൈലത്തുൽ ഖദറിലാകട്ടെ, റമദാൻ മുഴുവൻ തന്നെ ആകട്ടെ, അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കണം. കേവലം ആ സമയത്തുള്ള തലകുത്തി മറിച്ചിൽ മാത്രമാകരുത്. ഇതെനിക്കുള്ള ട്രെയിനിങ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് റമദാനിന് ശേഷവും എന്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സദ്ദിദൂ വഖാരിബൂ വഅലമൂ. സദ്ദിദൂ, നിങ്ങൾ ആരാധനകളിലും മിതത്വം പാലിക്കണം എന്നാണ്. എല്ലാത്തിലും ഉണ്ട് മിതത്വം, ഒന്നിലും അമിതവ്യയം വേണ്ട. ആരാധനകളിലും മിതത്വം. അതിപ്പോ എങ്ങനെ വ്യാഖ്യാനിക്കും നമ്മള്? നിങ്ങൾ ചില ആൾക്കാരുണ്ട് ഒരു ഒറ്റ ഇരിപ്പില് ഒരു ജുസ് ഒക്കെ ഓതും. അൽഹംദുലില്ലാ, നല്ല അള്ളാനെ പ്രണയിച്ച് തൃപ്തിയോട് ഓതുകയാണെങ്കിൽ രസമുണ്ട്. ഇതങ്ങനെയല്ല. ഇത് തീർക്കണം, 30 തീർത്തില്ലെങ്കിൽ ഇടങ്ങേറാന്ന് പറഞ്ഞിട്ട് കൂട്ടുവായ കെട്ടി ഇടങ്ങേറായിട്ട് ഇങ്ങനെ ഓതുന്ന ഓത്തുണ്ടല്ലോ. അപ്പുറത്തിരിക്കുന്ന ഒരുത്തൻ, അവനെ കൊണ്ട് അര പേജ് ഓതാൻ പറ്റുള്ളൂ. അവൻ അര പേജ് ഓതുന്നുണ്ട് സന്തോഷത്തോടെ. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് ഏതാ പ്രിയപ്പെട്ടത്? ഏതാണ്? അത് മതി. സദ്യതു, നിങ്ങൾ ആരാധനകളിൽ അമിതവ്യയം പാടില്ല, അവിടെയും മിതത്വം പാലിക്കണം. നിങ്ങളുടെ ആരാധനകൾ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് അള്ളാഹ്ക്ക് മാത്രമുള്ളതാകണം. കഷ്ടപ്പെട്ട് ചെയ്യാൻ പറയുന്നില്ല നിങ്ങളോട്. വഖാരിബൂ, മനസ്സിന് കുളിർമ നൽകുന്ന ഇബാദത്തുകൾ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിന് കുളിർമയാകണം നിസ്കരിക്കാൻ നിൽക്കുമ്പോ. അതെങ്ങനെ ഉണ്ടാവുക? നമ്മുടെ കൽബിൽ സമ്പത്ത് കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ, സമ്പത്തൊക്കെ നമുക്ക് വേണമെന്നേ, നല്ലോണം സമ്പത്ത് വേണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കോടീശ്വരനല്ലേ?
നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ അദാനിയേക്കാൾ കോടീശ്വരനായിരുന്നു സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. പക്ഷെ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് കൽബിലേക്ക് കയറിയിരുന്നോ? കൽബിൽ ആര് മാത്രം? അല്ലാഹ് മാത്രം. സമ്പത്തൊക്കെ വേണം, എല്ലാം വേണം, കൽബിലേക്ക് കയറരുത്. കൽബിൽ അല്ലാഹ് മാത്രം. കൽബിലേക്ക് സമ്പത്ത് കയറിയാൽ അല്ലാഹു അക്ബർ ആവില്ല, സമ്പത്താണ് അക്ബർ ആവുക, അല്ലാഹ് താഴെയായി പോകും. സമ്പത്ത് അക്ബറായവന് നിസ്കാരത്തിൽ സുഖം കിട്ടില്ല, നോമ്പിൽ സുഖം കിട്ടില്ല, ഒരു ആരാധനയിലും സുഖം കിട്ടില്ല. പാവപ്പെട്ടവരെ കാണുമ്പോൾ ചേർത്ത് പിടിക്കാൻ തോന്നൂല. കാരണം അവന്റെ കൽബിൽ അല്ലാഹ് താഴെയാണ്, അല്ലാഹ് ഉയരെയല്ല. അല്ലാഹ് അക്ബറായാൽ അവനാണ് ഏറ്റവും നല്ല മുത്തഖി. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആരാധനകളൊക്കെ ആസ്വദിച്ചിട്ടാകണം. ഒരിക്കലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോണ്ട് ആയിഷ ബീവിയും ഹൗല എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയെ അതാരാന്നറിയോ? അത് ഹൗല, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന പെണ്ണാണ്, ഉറങ്ങൂല നബിയെ. നിർത്തിക്കൊള്ളാൻ പറയും സയ്യിദുനാ റസൂലുള്ളാഹി, നിർത്തിക്കൊള്ളാൻ പറയാം. രാത്രി മുഴുവൻ കിടന്നുറങ്ങാതെ ഒന്നും നിസ്കരിക്കാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു സ്വഹാബിയോട് നബി തങ്ങൾ ചോദിച്ചത്, നീ എന്നെക്കാൾ വലിയ മുത്തക്കിയാണോ എന്നാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, രാത്രി നിന്ന് നിസ്കരിക്കണം. ശരീരത്തെ പ്രയാസപ്പെടുത്തണോ? വേണ്ട. ക്ഷീണം വരുമ്പോ കിടന്നുറങ്ങണം. നിങ്ങൾ ഉറക്കച്ചടവില് അലസതയോടെ അള്ളാന്റെ മുമ്പിൽ കാണിക്കുന്നത് നിസ്കാരമല്ല, അത് വെറും കോപ്രായം മാത്രമാണ്. അപ്പൊ ചോദിക്കും, ഉസ്താദെ റസൂലുള്ളാഹി കാലില് നീര് വന്ന് വീർക്കുന്നത് വരെ നിസ്കരിച്ചിട്ടില്ലേ എന്നാണ്. അത് നബി തങ്ങൾക്ക് ഇടങ്ങേറായി തോന്നിയിരുന്നോ? എന്റെ കാലിൽ നീര് വന്ന് വീർത്തു, എനിക്കത് ഇടങ്ങേറായി എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹിനോടുള്ള പ്രണയത്തിൽ നിന്ന് നിസ്കരിച്ചപ്പോ കാലിൽ നീര് വന്ന് വീർത്തത് പോലും അറിഞ്ഞിട്ടില്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാകണം നമ്മുടെ നിസ്കാരമൊക്കെ. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇഅ്തികാഫിലേക്ക് എല്ലാവരും കടന്നു വരണം. എന്നിട്ട് അള്ളാഹിനോട് ഒറ്റയ്ക്കിരിക്കണം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണേ നബിയേ. ഞാൻ തൊട്ടടുത്തുണ്ടെന്ന് പറയണം നബിയെ, തൊട്ടടുത്തുണ്ട്. ആ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കിരിക്കണം അള്ളാഹുവായിട്ട്. തഹജ്ജുദിന്റെ നേരത്തൊക്കെ പള്ളിയിൽ കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് നമുക്ക് ആ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് അള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് നോക്കി മക്കളത് വല്ലാത്തൊരു ആനന്ദമാണ്. എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയാൻ പാടില്ല. വല്ലാത്തൊരു ആനന്ദമാണ്. അങ്ങനെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് നോക്ക് നിങ്ങൾ. എന്നിട്ട് അള്ളാഹിനോടൊന്ന് വർത്താനം പറഞ്ഞു നോക്ക്. എന്താ അതിലിപ്പം നിങ്ങൾക്ക് തടസ്സമുള്ളത്? അങ്ങനെ അള്ളാഹിനോട് സംസാരിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഫ്രീ ആണ്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവൂല. 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങൾ അള്ളാഹിനോടൊന്ന് വർത്താനം പറയും. നിങ്ങൾ ഈ പരാതിയുടെ ബാണ്ടക്കെട്ട് തുറക്കാനല്ലേ നിങ്ങൾ അള്ളാഹിനെ വിളിക്കണത്? അതല്ലാതെ പടച്ചോനോടൊന്ന് വർത്തമാനം പറഞ്ഞു നോക്ക്. നിങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത് ഏറ്റവും ആപ്റ്റായ സമയല്ലേ, ഒന്നിരുന്ന് നോക്ക് ഒറ്റയ്ക്ക്. നിങ്ങൾ അടിപൊളി ലൈഫ് ആസ്വദിക്കും. ഉറപ്പാണ്, ഉറപ്പാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ ഇതൊന്നുമില്ലാതെ പടച്ചോനിലേക്ക് അടുക്കാതെ എന്റെ ഈ കർമ്മങ്ങൾ കൊണ്ടൊക്കെ സ്വർഗത്തിൽ കടക്കുമെന്ന് വിചാരിച്ചാൽ അത് മിഥ്യാധാരണയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന ബിഅമലി, ഒരു മനുഷ്യനും അവന്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹാബത്ത് കരയാൻ തുടങ്ങി, നബിയെ ഞങ്ങളുടെ കർമ്മങ്ങളിലൊക്കെ ന്യൂനത ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പൊ അങ്ങയോ, അങ്ങയുടെ കർമ്മങ്ങളിൽ ന്യൂനത ഇല്ലല്ലോ, അങ്ങ് സ്വർഗത്തിൽ കടക്കൂ നബി? വല അന, ഞാനും കടക്കൂല. എന്റെ കർമ്മങ്ങൾ കൊണ്ട് ഞാനും കടക്കൂല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി. നമ്മളിത് നിരന്തരം കേട്ടിട്ടുള്ള ഹദീസാണ്. എന്നാലും നമ്മുടെ കൽബിലേക്ക് വരണം. പടച്ചോന്റെ കാരുണ്യമില്ലാതെ ഒരാളും സ്വർഗത്തിൽ കടക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബത്തൊക്കെ സങ്കടപ്പെട്ടിരുന്നപ്പോ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അത് നമ്മളേറെ കേട്ട ഹദീസാണ്. എന്നാലും നമ്മുടെ കൽബിലേക്ക് ഒന്ന് വരട്ടെ. നമുക്കൊരു ധാരണയുണ്ട്, ഞാനൊക്കെ എഴുത്തിക്കാഫിരിക്കണ ആളാ, അല്ലെങ്കിൽ ഞാനൊക്കെ ഒരു ഹത്തം തീർക്കണ ആളാ. ആ ധാരണയൊന്നും വേണ്ട. അതൊന്നും കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല പടച്ചോന്റെ കാരുണ്യമില്ല എങ്കിൽ. ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി, ഇന്ന ലില്ലാഹി അബ്ദൻ, പടച്ചോനൊരു അടിമ ഉണ്ടായിരുന്നു. 500 കൊല്ലം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത മനുഷ്യൻ. അങ്ങനെയൊക്കെ ജീവിക്കോ? ആദം നബി 1000 കൊല്ലം ജീവിച്ചില്ലേ? നൂഹ് നബി 1000-ലധികം വർഷം ജീവിച്ചില്ലേ? പൂർവികരായ മനുഷ്യർക്ക് അള്ളാഹു ആയുസ് നല്ലോണം കൊടുത്തിരുന്നു എന്നാണ്. ഈ മനുഷ്യൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നു. എവിടെ ഇബാദത്ത് ചെയ്തത്? അല റഅസി ജബലിൻ, ഒരു മലയുടെ മുകളിൽ. എങ്ങനെയുള്ള മലയാണ്? ഒരു കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിനകത്തെ മലയുടെ മുകളിലിരുന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാണ് ഈ മനുഷ്യൻ. സ്വഹീഹായ ഹദീസാണ് ഈ പറയുന്നത്. ആ മനുഷ്യൻ ഒറ്റ ദുആ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ദുആ.
യാ റബ്ബി യാ റബ്ബി അമിത്നി ഫീ സുജൂദി, ഞാൻ സുജൂദിൽ കിടക്കുമ്പോ എന്നെ നീ മരിപ്പിക്കണേ അല്ലാ, സുജൂദിൽ കിടന്ന് മരിപ്പിക്കണേ അല്ലാ. നാളെ പരലോകത്തേക്ക് ഞാൻ വരുന്നത് വരെ ആ സുജൂദിൽ തന്നെ എന്നെ നീ കിടത്തണേ അല്ലാ. എല്ലാ മനുഷ്യന്മാരും നിന്റെ മുന്നിലേക്ക് എഴുന്നേറ്റ് വരുന്നത് വ്യത്യസ്ത രൂപങ്ങളിൽ നിന്നാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരേണ്ടത് സുജൂദിൽ നിന്നാകണമല്ലാ. മനുഷ്യന്റെ ദുആയാണ്. അല്ലാഹു അപ്പാടെ സ്വീകരിച്ചു. സുജൂദിൽ കിടന്ന മനുഷ്യൻ മരിച്ചു. എന്നിട്ട് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ പറഞ്ഞു കൊടുക്കാൻ, ഇനി ഖിയാമത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നൊരു നബിയെ, ആ മനുഷ്യനെ കൊണ്ടുവരും. 500 കൊല്ലാണ് അല്ലാഹു ഇബാദത്ത് ചെയ്തിട്ടുള്ളത്. ആ മനുഷ്യനോട് അല്ലാഹു പറയും, മലക്കുകളെ വിളിച്ചിട്ട് പറയാൻ, അദ്ഖിലു അബ്ദി അൽ ജന്ന ബിറഹ്മതി, എന്റെ അടിമയെ എന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടത്തൂ. മലക്കുകളെ, എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ കടത്തൂ. ആ മനുഷ്യന്റെ മുഖമാകെ ഇങ്ങനെ മാറിപ്പോ, ഇഷ്ടപ്പെടാത്തതുപോലെ. യാ റബ്ബി ബൽ നിഅമതി, യാ റബ്ബി ബൽ അമലി, എന്റെ കർമ്മങ്ങളോ, നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ എന്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റൂലേ? പടച്ചോനത് കേൾക്കാത്തതുപോലെ വീണ്ടും പറഞ്ഞു, ബിറഹ്മതി, എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ കടത്തൂ മലക്കുകളെ. ആ മനുഷ്യൻ വീണ്ടും പറയാൻ, ബി അമലി, എന്റെ കർമ്മങ്ങൾ കൊണ്ട്. അവനെ ഗ്രീൻ ചാനലിലൂടെ വേഗം സ്വർഗ്ഗത്തിൽ കടത്തി വിടാൻ നോക്കിയിട്ട് അവന് വേണ്ട അല്ലേ? അപ്പൊ അല്ലാഹു പറഞ്ഞു, വിചാരണ നടക്കട്ടെ. ഓരോ മനുഷ്യർക്കും 3 ഏടുകൾ ഉണ്ടാകും, 3 രേഖകൾ. ഒന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള നിഅമത്ത് എഴുതിയ ഏടുകൾ, ഒന്ന് അവന്റെ നന്മ എഴുതിയത്, മറ്റൊന്ന് അവന്റെ തിന്മ എഴുതിയത്. 3 ഏടുകൾ ഉണ്ടാകുമത്രേ സയ്യിദുനാ റസൂലുള്ളാഹി. ഈ മനുഷ്യന്റെ 3 ഏടുകളും കൊണ്ടുവരപ്പെടും. തിന്മകൾ നോക്കും, ഒറ്റ തിന്മയില്ല, ബ്ലാങ്കാണ്, ഒരു തിന്മയും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. സന്തോഷം. നന്മയുടെ കടലാസ് എടുത്ത് നോക്കുമ്പോ മുഴുവൻ നന്മയുള്ളൂ. കാരണം 500 കൊല്ലം ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്തത് അള്ളാഹ്ക്ക് മാത്രമാണ്. 3ാമത് പടച്ചോന്റെ നിഅമത്തിന്റെ രേഖ എടുക്കും. ആ രേഖയിൽ നിന്ന് കണ്ണ് എന്ന് പറയുന്ന ഒരൊറ്റ നിഅമത്തിനോട് അല്ലാഹു പറയും, ഖൂമി ഫഖുദി ഹഖ്ഖക്, എഴുന്നേൽക്ക്. കണ്ണിനോട് പറയും, എഴുന്നേൽക്ക്. കണ്ണിന് അവിടെ ഒരു രൂപം കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കണ്ണ് എഴുന്നേറ്റ് വരും. ഈ 500 കൊല്ലത്തെ ഇബാദത്തിൽ നിന്ന് നിനക്ക് വേണ്ട സംഗതി നീ എടുത്തോ എന്ന് നിഅമത്തായ പടച്ചോൻ തന്ന അനുഗ്രഹമായ കണ്ണിനോട് പറയും. ആ കണ്ണെഴുന്നേറ്റ് നിന്നിട്ട് 500 കൊല്ലത്തെ ഇബാദത്തും ഒറ്റടിക്ക് വിഴുങ്ങിക്കളഞ്ഞിട്ട് പറയും, പടച്ചവനെ, എനിക്ക് മതിയായിട്ടില്ല, എനിക്ക് ഇനിയും തരണേ അല്ലാഹ്. ഒരൊറ്റ നിഅമത്തായ കണ്ണ്, ആ കണ്ണിന് പോലും പകരം വെക്കാനില്ല. 500 കൊല്ലത്തെ ഇബാദത്തെങ്കില് നമ്മൾ എത്ര കൊല്ലം ജീവിക്കണേ? 70 കൊല്ലം, 80 കൊല്ലം. അതൊക്കെ ഇന്നത്തെ കാലത്ത് കിട്ടിയാലായി അല്ലേ? ഇത്രയും കൊല്ലം ജീവിച്ചിട്ട് നമ്മൾ വലിയ ഇബാദത്തിന്റെ ആളുകളാണെന്നും പറഞ്ഞിങ്ങനെ നടക്കാൻ എന്ത് അർഹതയുണ്ട് നമുക്ക്? ആ മനുഷ്യൻ നിന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. പടച്ചോൻ ചോദിക്കുന്നുണ്ട്, നിന്റെ കാല്, നിന്റെ കൈകൾ, നിന്റെ ശരീരം, നിന്റെ നാവ്, നിന്റെ പല്ല്, നിന്റെ സർവസ്വവും, അതിനൊക്കെ എന്താണ് പകരം തരാനുള്ളത്? ഇതൊക്കെ കൊണ്ട് നീ എനിക്ക് ഇബാദത്ത് ചെയ്തത്, ഞാൻ ഈ അനുഗ്രഹമൊക്കെ ചെയ്തതുകൊണ്ടാണ് മോനെ. ഈ കണ്ണിന് പോലും പകരം വെക്കാനില്ല നിന്റെ 500 കൊല്ലത്തെ ഇബാദത്ത് എന്ന് പറയുമ്പോ മലക്കുകളെ വിളിച്ചിട്ടല്ല പറയാ, ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോ. ആ മനുഷ്യന് തിരിച്ചറിവ് വന്നിട്ട് പറയുന്നുണ്ട്, ബിറഹ്മതി യാ റബ്ബി, തെറ്റിപ്പോയി പടച്ചോനെ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ മലക്കുകളെ. അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹുവിന്റെ കാരുണ്യം, അതാണ് നമുക്ക് വേണ്ടത്. ആ ബോധ്യത്തിൽ വേണം ഇബാദത്ത് ചെയ്യാൻ, ആ ബോധ്യത്തിൽ വേണം നിന്നു കൊടുക്കാൻ. മറ്റുള്ളവർക്ക് കരുണ ചെയ്യാത്തവരുണ്ടോ നിങ്ങളില്? ഈ റമദാൻ കിട്ടിയിട്ടും ഈ ഒരു പാഠം പഠിക്കാത്തവരുണ്ടോ നിങ്ങളില്? നിങ്ങളുടെ അയൽപ്പക്കത്ത് നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുണ്ടോ? നല്ലത് ധരിക്കാനില്ലാത്തവരുണ്ടോ? വേദന അനുഭവിക്കുന്നവരുണ്ടോ? തൊട്ടടുത്ത് രോഗിയായ ഒരു മനുഷ്യൻ തളർന്നു കിടന്നിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ അള്ളാന്റെ മുമ്പിൽ വന്നിട്ട് പടച്ചോനെ പുറത്തു തരണേ, കരുണ ചെയ്യണേ എന്ന് പറഞ്ഞാൽ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നല്ലേ? ഈ റമദാൻ നമുക്ക് ട്രെയിനിങ് കിട്ടേണ്ട മാസാണ്. റമദാൻ നമ്മൾ മനുഷ്യനായി രൂപാന്തരപ്പെടേണ്ട മാസാണ്. റമദാൻ കഴിയുമ്പോഴും ആ റമദാനിന്റെ പുണ്യം നിലനിൽക്കുന്നവരായി നമ്മൾ മാറണം, ഇസ്തിഖാമയുള്ളവരായി മാറണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.